नमस्ते। आज की कक्षा में सबको हार्दिक स्वागत। पिछली कक्षा में मनीषा कुलश्रेष्ठ की बिगड़ेल बच्चे नामक कहानी का कुछ भाग पढ़ा। उसमें लेखिका अपने बेटा बेटी के बारे में कहा था। ये लेखिका अपने बेटा बेटी को बहुत संयम और कठोर अनुशासन में पाला है। उसके बेटा दिल्ली IIT में पढ़ रहा है और बेटी निशी की शादी हो गई थी। बेटी के बारे में कहे तो बेटी MBA पास होने वाले लड़की थी। MBA के बाद बम्बई में जाकर एक मल्टीनेशनल कंपनी में नौकरी करने के लिए इच्छा प्रकट थी, लेकिन ये दोनों ने उसे बाहर नौकरी करने के लिए भेज देने को बहुत डर गया था। लेकिन ये लड़की बहुत रोई, लेकिन पर हमारा मन नहीं माना, क्योंकि ये बाहरी दुनिया गतरम से बड़ी दुनिया है, इसलिए बाहर भेजने की इच्छा नहीं दी। और शादी के बाद उस समय वे दोनों कहते थे, ये नौकरी यहीं रहकर नौकरी करो और या शादी के बाद नौकरी कर लेना चाहिए। शादी के बाद पति चाहे तो नौकरी कर लेना चाहिए. അപ്പോൾ അതാണ് പറഞ്ഞത്. അതായത് മക്കളെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഡിസിപ്ലിനൊക്കെ വളർത്തി ഇപ്പോൾ ഈ 3 യുവാക്കൾ ട്രെയിനിൽ കയറിയതുപോലെയല്ല, അവരെ വളരെ സ്ട്രിക്റ്റായിട്ട് തന്നെയാണ്, വളരെയധികം ഡിസിപ്ലിൻഡ് ആയിട്ട് തന്നെയാണ് വളർത്തിയത്. പക്ഷേ വിവാഹശേഷം, അതായത് വിവാഹത്തിന് മുൻപ് MBA പാസ്സായ പെൺകുട്ടിയാണ് നിശി. ജോലി ചെയ്യാൻ ആഗ്രഹിച്ചു, പക്ഷേ ഇവരെ പറഞ്ഞയക്കാനായിട്ട് സമ്മതിച്ചിരുന്നില്ല. കാരണം പുറം ലോകം എന്ന് പറയുന്നത് അപകടങ്ങൾ നിറഞ്ഞ ലോകമാണെന്നാണ് അവരുടെ കാഴ്ചപ്പാടിലുണ്ടായത്. പിന്നെ അവരൊരു ഉറപ്പ് കൊടുക്കുന്നത് എങ്ങനെയാണ്, ജോലി ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഇരുന്ന് ചെയ്തോ, അതല്ലെങ്കിൽ വിവാഹത്തിന് ശേഷമാണെങ്കിൽ ഭർത്താവ് ആഗ്രഹിക്കുകയാണെങ്കിൽ ജോലിക്ക് പോക്കോ എന്നുള്ളതാണ് ഡിമാൻഡ് വെച്ചത്. ഇനി നമുക്ക് നോക്കാനുള്ളത്, अब एक एक पैसे को पति का मुँह देखती है. कहने को बड़ा बिजनेस है उनके परिवार में, पर 3 भाइयों में सबसे छोटा उसका पति हमेशा बेवकूफ़ बनता है. निशी के पति के घर के बारे में यहाँ कहते हैं. ഭർത്താവിൻ്റെ കുടുംബത്തെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. യഹാം ഏക പൈസക്കോ, അതായത് ഒരു പൈസയ്ക്ക്, ഒരു പൈസ കിട്ടണമെന്നുണ്ടെങ്കിലും ആരെ നോക്കേണ്ടി വരും, പതിക്ക മുഹദേക്തി ഹേ, അതായത് ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് തന്നെ. അതായത് ജോലി സ്വന്തമായിട്ടില്ലാത്തതുകൊണ്ട് ഒരു പൈസയുടെ ആവശ്യം വന്നാലും അവിടെ ഭർത്താവിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. കഹനേക്കോ ബഡാ ബിസിനസ് ഹേ ഉസ്കെ പരിവാർമേ, പറയുകയാണെങ്കിലോ വലിയ ബിസിനസ്സാണ് അവരുടെ ഫാമിലിയിൽ നിന്നാണ് പറയുന്നത്. ഉസ്കെ പരിവാർമേ ബഡാ ബിസിനസ് ഹേ, വലിയ ബിസിനസ്സുകാരുടെ ഫാമിലിയാണെന്നാണ് പറയുന്നത്. पर 3 भाइयों में सबसे छोटा उसका पति हमेशा बेवकूफ़ बनता है. പക്ഷേ 3 സഹോദരന്മാരിൽ, അതായത് 3 ആൺമക്കളാണ് നിശിയുടെ ഭർത്താവിൻ്റെ വീട്ടിൽ. 3 ആൺമക്കളിൽ ഏറ്റവും ഇളയവനാണ് നമ്മുടെ നിശിയുടെ ഭർത്താവ്. വ ഹമേശ ബേവ്കൂഫ് ബൻതാ ഹെ, അയാളെപ്പോഴും അവിടെ വിഡ്ഢിയാവുന്ന അവസ്ഥ. അതായത് ഏറ്റവും താഴെയുള്ളതാണ്, മൂത്തത് 2 പേര് സമർത്ഥന്മാരാണെന്ന് പറയുന്നത്. ഖാനെ പീനെ കി കമി നഹി, ബഡാ ഗർ ഹേ, സംയുക്ത പരിവാർ ഹേ. ഇനി തിന്നാനും കുടിക്കാനൊന്നും ഒരു കുറവില്ല, ഇഷ്ടംപോലെ കുടുംബം, വലിയ കുടുംബമാണ്. അതിനോടൊപ്പം തന്നെ ബിസിനസ്സാണ്, അതിൻ്റേതായിട്ടുള്ള സൗകര്യങ്ങളല്ലാണ്ട്. ഇപ്പം ഖാനെ പീനയ്ക്ക് കമിനഹി, തിന്നാനും കുടിക്കാനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. ബഡാ ഗർഹേ, വീടാണെങ്കിൽ വലുതാണ്. സംയുക്ത പരിവാർ ഹേ, ജോയിൻറ്റ് ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്. അപ്പോൾ 2 ചേട്ടന്മാർ, അവരുടെ ഫാമിലി ഉണ്ട്, അതിനോടൊപ്പം തന്നെ ഇവരുടെ ഫാമിലി ഉണ്ട്. അപ്പോൾ കൂട്ടുകുടുംബമാണെന്ന് പറയുന്നത്, വലിയ വീടാണ്, ഒന്നിനും ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു വീടാണ്. पर निशी अपने से कुछ खरीदना चाहे, कहीं घूमने जाना चाहे, सब ये वह सब नहीं हो पाता. അപ്പോൾ ഇവിടെ പറയണേ, നിശി അപ്പനേസെ കുച്ച് കരുത്, അതായത് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, നമ്മുടെ മകളുടെ കാര്യമാണ് പറയണേ, നിശിയുടെ കാര്യമാണ് പറയുന്നത്. ഭർത്താവിൻ്റെ വീട്ടിലെ 3 സഹോദരന്മാരാണ്. അതിൽ ഇളയ സഹോദരനാണ് നമ്മുടെ നിശിനെ വിവാഹം കഴിച്ചിരിക്കുന്നത്. വലിയ വീടാണ്, സംയുക്ത പരിവാർ, അത് ജോയിൻറ്റ് ഫാമിലിയാണ്, കൂട്ടുകുടുംബമാണ്.
അപ്പോൾ നിഷിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ, അതുപോലെ കहीं घूमने जाना चाहिए, ഇപ്പോൾ എവിടെയെങ്കിലും ഒന്ന് പുറത്തേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുകയാണെങ്കിൽ വ സബ് നഹി ഹോ പാത്ത, അതൊന്നും അവൾക്ക് സാധിക്കാറില്ല. मायके तक अब उसे अकेले ट्रेन में बच्चों के साथ आने में डर लगता है. दामाद के पास फुर्सत नहीं कि वह छोड़ जाए. ഇവിടെ വീണ്ടും പറയുന്ന കാര്യമാണ്. അതായത് മായ്ക്കെ എന്ന് പറഞ്ഞാൽ മാംക്കെ ഘറാണ്, സ്വന്തം വീട്ടിൽ. മായ്ക്കെ തക് അബ് ഉസെ അക്കേലെ ട്രെയിൻ മേ, അതായത് അവൾക്ക് ഒറ്റയ്ക്ക് ട്രെയിനിൽ കുട്ടികളുടെ കൂടെ, ബച്ചം കെ സാത്താനമേ, കുട്ടികളുടെ കൂടെ ഒറ്റയ്ക്ക് ട്രെയിനിൽ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡർ ലഗ്താ ഹെ, അവൾക്ക് പേടിയാന്ന് പറയുന്നത്. ദാമാദ് എന്ന് പറഞ്ഞാൽ മരുമകൻ. ദാമാദ് കെ പാസ് ഫുർസത്ത് നഹി, ഫുർസത്ത് എന്ന് പറഞ്ഞാൽ സമയം, ഒഴിവ്. മരുമകനാണെങ്കിൽ സമയമില്ല. എന്തിന്? കീവ ചോർജായി, അതായത് വീട്ടിൽ കൊണ്ടുവന്ന് ആക്കണം എന്നുണ്ടെങ്കിൽ മരുമകനാണെങ്കിൽ സമയമില്ല. ഒറ്റയ്ക്ക് ട്രെയിനിൽ വരാനായിട്ട്, കുട്ടികളുടെ കൂടെ വരാനായിട്ട് അവൾക്ക് പേടിയാണ്. അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നടക്കുന്നത്. അതായത് സ്വന്തം, ഇവിടെ പറയുന്നുണ്ട് സ്വന്തമായിട്ട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഭർത്താവിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും നടക്കാറില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്വന്തം വീട്ടിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ, 2 കുട്ടികളുണ്ട്, 2 കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് വരിക എന്ന് പറയുന്നത് അവൾക്ക് പേടിയുള്ള കാര്യമാണ്. ദാമാദ് കെ പാസ് ഫുർസത്ത് നഹി ഹെ, ഇനി മരുമകനാണെങ്കിൽ സമയമില്ല, ബിസിനസ്മാനാണ്, രാത്രിയും പകൽ ഓടി നടന്ന് ബിസിനസ് ചെയ്യണം. അപ്പോൾ അവനാണെങ്കിൽ കൊണ്ടുവന്നാക്കാനായിട്ട് സമയമില്ല. ബസ് ഉസി കോ തോ ലേനെ ജാ രഹി ഹും, നിഷി കെ പാപ്പ ഡയബറ്റിക് ഹെ, വേ ഘർ സെ നഹി നിക്കൽത്തെ. അപ്പോൾ ഉസിക്കോ തോ ലേനെ ജാ രഹി ഹും, അപ്പോൾ അവളേനെ കൊണ്ടുവരാനാണ് നമ്മുടെ ലേഖിക ഇവിടെ നിന്ന് പോകുന്നത്. നിഷിക്ക് പാപ്പ ഡയബറ്റിക് ഹെ, നിഷിയുടെ പാപ്പയ്ക്കാണെങ്കിൽ ഡയബറ്റിക് ആണ്. വേ ഘർ സെ നഹി നിക്കൽത്തെ, അതുകൊണ്ട് അയാൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല. അപ്പോൾ अपने बेटी को लेने के लिए जा रही हूँ लेखिका, क्योंकि निशी के पापा डायबिटिक हैं, वे अपने घर से नहीं ബാഹർ നഹി നിക്കൽത്തെ, വീട്ടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാറില്ല. അതുകൊണ്ടാണ് ഇവിടെ ഇവർക്ക് തന്നെ പോകേണ്ടതായിട്ട് വന്നത്. ആജ് നിഷി ആർത്തിക് रूप से स्वतंत्र होती तो, निशी को उन्होंने उसकी पसंद से शादी करने दी होती तो आज निशी का चेहरा इस सामने बैठी लड़की सा चमकता. അപ്പോൾ നമ്മുടെ ലഗേജ് ചിന്തിക്കുകയാണ്. ആജ് നിഷി ആർത്തിക് रूप से स्वतंत्र होती तो, ആർത്തിക് എന്ന് പറഞ്ഞാൽ ഫൈനാൻഷ്യലായിട്ട്, അതായത് സ്വന്തമായിട്ടൊരു ജോലി വരുമാനം ഉണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട്, ആർത്തിക് रूप से സാമ്പത്തികമായിട്ട് സ്വതന്ത്ര ഹോത്തിത്തോ, സ്വതന്ത്രയാണെങ്കിൽ, അതായത് സ്വന്തമായ ജോലിയും വരുമാനം ഉണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ പ്രോബ്ലം വരില്ല, ഭർത്താവിനെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല. അങ്ങനെയാണെങ്കിൽ നിഷി കൊനോനെ ഉസ്കി പസന്ത് സേ ഷാദി കർണെ ദി ഹോത്തിത്തോ, ഇനി നിഷീനെ അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് വിവാഹം കഴിച്ചു കൊടുത്തിരുന്നെങ്കിൽ, അതായത് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ച് കൊടുത്തിരുന്നുവെങ്കിൽ ആജ് നിഷി ക ചെഹറ ഈ സാമനെ ബൈട്ടി ലഡ്കി സ ചമക്ത, ഇന്നിപ്പോൾ നിഷിയുടെ മുഖം ഈ മുന്നിലിരിക്കുന്ന ഈ പെൺകുട്ടിയുടെ പോലെ തിളങ്ങുമായിരുന്നു പറയണ. അതായത് സ്വതന്ത്രമായിട്ട് സ്വന്തമായിട്ട് ജോലിയും വരുമാനം ഉണ്ടെങ്കിൽ ഒരാളെ ആശ്രയിക്കേണ്ടതായിട്ട് വരില്ല. അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കാനൊക്കെ സാധിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന ഈ 3 യുവാക്കളിൽ പെൺകുട്ടിയുടെ മുഖം പോലെ അവളുടെ മുഖം തിളങ്ങുമായിരുന്നു സന്തോഷം കൊണ്ട്. 27 साल की उम्र में वह 35 की नहीं लगती. हर समय एक स्थायी हताशा उसके चेहरे पर नहीं होती. ഉമർ എന്ന് പറഞ്ഞാൽ ഉമ്ര, ഏജ്. 27 साल की उम्र में, അതായത് 27 വയസ്സ് പ്രായമുള്ള അവൾ ഇപ്പോൾ 35 की नहीं लगती. ഇപ്പോൾ അവളെ കണ്ടു കഴിഞ്ഞ് 27 വയസ്സുള്ള അവളെ കണ്ടു കഴിഞ്ഞ് 35 വയസ്സ് തോന്നുമായിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തോന്നില്ലായിരുന്നു എന്ന് പറയുന്നത്. അവളെ സ്വതന്ത്രമായിട്ട് അവൾക്ക് സമ്പാദിക്കാൻ അവൾക്കുടേതായ ഇഷ്ടത്തിന് വിടുകയാണെങ്കിൽ അവളുടെ മുഖം വളരെ സന്തോഷത്തിൻ്റെ ഒരു തിളക്കമുള്ള മുഖത്ത് ഉണ്ടാകുമായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇപ്പം എൻ്റെ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയുടെ പോലെ അവളുടെ മുഖം തിളങ്ങുമായിരുന്നു പറയുന്നത്. ആ 27 വയസ്സ് പ്രായമുള്ള സമയത്ത് ഇവളെന്നെ 35 വയസ്സ് തോന്നിക്കുമായിരുന്നില്ല. ഹർ സമയക്ക് സ്ഥായി ഹതാശ ഉസ്കെ ചെഹ്റെ മേ നഹി ഹോത്തി, എല്ലാ സമയത്തും ഏക്ക് സ്ഥായി എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള, ഹതാശ എന്നാൽ നിരാശ. അപ്പോൾ അവളുടെ മുഖത്ത് എപ്പോഴും കാണുന്ന ആ നിരാശ ഉസ്കെ ചെഹ്റെ പർ നഹി ഹോത്തി, അവളുടെ മുഖത്ത് ഉണ്ടാകുമായിരുന്നില്ല. ലേക്കിൻ യേ ബേഹയായി ഗത്രം കോ ആമന്ത്രിത് കർത്ത ഖുലാപ്പൻ മേം അസമഞ്ജസ് മേം തി. പക്ഷേ ഈ ബേഹയായി എന്ന് പറഞ്ഞാൽ ലജ്ജയില്ലാതെ, നാണമില്ലാതെ,
ഈ ഗത്രാംകോ ആമന്ത്രിത് കർത്ത ഗുലാപ്പൻ, അതായത് ഗത്ര എന്ന് പറഞ്ഞാൽ ഡേഞ്ചറാണ്, അപകടങ്ങൾ. ആമന്ത്രിത് കർണ എന്ന് പറഞ്ഞാൽ ഇൻവൈറ്റ് ചെയ്യുക. ഗുലാപ്പൻ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട്. അതായത് ഇവിടെ ഈ യുവാക്കളുടെ കാര്യം പറയുകയാണെങ്കിൽ, ശരിക്കും പറയുകയാണെങ്കിൽ അപകടങ്ങളെ വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള അവരുടെ പെരുമാറ്റം. അപ്പോൾ ഇവിടെ പറയണേ, പക്ഷേ ഈ ഗത്രാംകോ ആമന്ത്രിത് കർത്ത ഗുലാപ്പൻ, പക്ഷേ ഇവരുടെ മുഖത്ത് തിളക്കമൊക്കെ ഉണ്ട്, സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ അവർ ഒരു നാണമില്ല. അതുമാത്രമല്ല, അപകടത്തെ അല്ലെങ്കിൽ ആപത്തിനെ ആമന്ത്രിത് കാരണം ഇൻവൈറ്റ് ചെയ്യുക, വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള ഓപ്പണായിട്ടുള്ള പെരുമാറ്റം. മേ അസമഞ്ജസ് മേന്തി, ഞാനാകെ കൺഫ്യൂഷനിലായി. അസമഞ്ജസ് എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻ. മുझे നിശി की हालातों पर रोना आने लगा था, എനിക്കാണെങ്കിലോ നിശിയുടെ അവസ്ഥ കണ്ടിട്ട് എനിക്ക് കരച്ചിൽ വരാനായിട്ട് തുടങ്ങിയിരുന്നു. അപ്പോൾ അവൾ നന്നായി പഠിച്ചിരുന്ന പെൺകുട്ടിയാണ്, ജോലി ചെയ്തിരുന്നെങ്കിൽ അവൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാമായിരുന്നു, ഒറ്റയ്ക്ക് നിൽക്കാമായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അതിനുള്ള സൗകര്യം അവൾക്ക് അന്ന് കിട്ടിയില്ല എന്നാണ് പറയുന്നത്, അന്ന് ചെയ്തു കൊടുത്തില്ല. അപ്പോൾ ഫൈനാൻഷ്യലായിട്ട് ആർത്തിക രൂപ से स्वतंत्र होती तो उसके शादी पसंद से करने दी तो, അതായത് അവൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം ചെയ്യുക, സ്വതന്ത്രമായിട്ട് സാമ്പത്തികമായിട്ട് അവൾക്ക് ഉയരാൻ കഴിയാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നെങ്കിൽ അവൾ വളരെയധികം സന്തോഷവതിയാകുമായിരുന്നു എന്ന് നമ്മുടെ ലേഖയോടെ ചിന്തിക്കുകയാണ്. പക്ഷേ ഇവരുടെ ഈ അവസ്ഥ കാണുമ്പോൾ, ഈ യുവാക്കളുടെ, ആ പെൺകുട്ടിയുടെ ആ യുവാവിൻ്റെയും 2 യുവാക്കളുണ്ടായിരുന്നു, അവരുടെ അത് കാണുമ്പോൾ അവരാണെങ്കിൽ ശരിക്കും പറയുകയാണെങ്കിൽ ആപത്തിനെ വിളിച്ചു വരുത്തുന്ന തരത്തിലുള്ള പ്രകൃതമാണ്. അതുമാത്രമല്ല, നിശിയുടെ അവസ്ഥ ആലോചിച്ചപ്പോൾ ഇവർക്ക് സങ്കടം വരാനായിട്ട് തുടങ്ങിയിരുന്നു. सामने की सीट पर बड़ा लड़का और लड़की एक दूसरे पर टल के सो रहे थे. സാമിനയ്ക്ക് സീറ്റ്, അപ്പം മുന്നിലെ സീറ്റിലാണ് ഇവർ ഇരിക്കുന്നത്, നേരെ മുന്നിലെ സീറ്റിലാണ്. അവിടെ ആ വലിയ യുവാവ് അല്ലെങ്കിൽ ആൺകുട്ടിയും അവരെ ലടുക്കിയ പെൺകുട്ടിയും ഏക്ക് ദൂസരെ പർ ടൽക്കെ, ടൽക്കെ എന്ന് പറഞ്ഞാൽ ചേർന്നിരുന്നുകൊണ്ട്, ഏക്ക് ദൂസരെ പർ ടൽക്കെ സോരഹേത്തെ, അപ്പോൾ രണ്ടുപേരും പരസ്പരം ചേർന്ന് കിടന്നാണ് ഉറങ്ങിയിരുന്നത്. डेबनोयर के ऊपर हेल्थ एंड रीडर्स डाइजेस्ट भी रखी थी. चिप मैगजीन अतकुली ट्रेन के फर्श पर लौट रही थी. ഇനി ഒരു നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന നമ്മൾ ഡെബനേർ എന്ന് പറയുന്നതിൻ്റെ സെൻട്രൽ സ്പ്രെഡ് നമ്മൾ നേരത്തെ വായിച്ചിരുന്നു. ആ മിഡിൽ പേജ് ഒരു വായിച്ചുകൊണ്ടിരുന്നതാണ്. ഡെബനേർ കെ ഊപ്പർ ഹെൽത്ത് അവർ റീഡേഴ്സ് ഡൈജസ്റ്റ്. ഇനി ഡെബനേർ എന്ന് പറയുന്ന മാസികയുടെ പുറത്ത് ഹെൽത്ത് ആൻഡ് റീഡേഴ്സ് ഡൈജസ്റ്റ് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ചീപ്പ് മാഗസിൻ അതക്കുലി ട്രെയിൻ കെ ഫർസ്റ്റ് പെർ ലോട്ടറി ഹീത്തി, വളരെ ചീപ്പ് മാഗസിനാണ്, വളരെ മോശമായിട്ടുള്ള മാഗസിനാണ് അത്. അതക്കുലി ട്രെയിൻ കെ, അതായത് പാതി തുറന്ന, അതക്കുലി എന്ന് പറഞ്ഞാൽ പാതി തുറന്ന, ട്രെയിൻ കെ ഫർസ്റ്റ് പെർ, ട്രെയിനിൻ്റെ തറയിൽ നിലത്ത് ലോട്ടറി ഹീത്തി ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരുന്നു. ഇപ്പോൾ ഒരു വായിച്ചുകൊണ്ടിരുന്ന ചീപ്പ് മാഗസിൻ ഡെബനയർ, അത് ട്രെയിനിൻ്റെ നിലത്ത് കിടന്നപ്പോൾ ട്രെയിൻ പോകുന്നതിനനുസരിച്ച് ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ തന്നെ ഹെൽത്ത് ആൻഡ് റീഡേഴ്സ് ഡൈജസ്റ്റും വെച്ചിട്ടുണ്ടായിരുന്നു. തോ ആജ് കാ യുവാ സബ് കുച്ച് പഠിത്താ ഹെ. ഇപ്പോൾ ലേഖ ചിന്തിക്കണേ, പക്ഷേ ഇന്നത്തെ യുവാക്കന്മാർ എല്ലാം വായിക്കുന്നുണ്ട്. ചുട്കേനെ ഫിർ വാക്ക്മാൻ ചലാ ലിയാ ഥാ ഇസ് ബാർ തോടാ കം ലൗഡ്. ഇനി നമ്മുടെ ചുടുക്ക എന്ന് പറഞ്ഞാൽ ചോട്ടലെടുക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞു ചുടുക്ക എന്ന് പറഞ്ഞാൽ ചോട്ടാലെടുക്കുക. ചെറിയ ആൺകുട്ടി, ഈ പെൺകുട്ടിയുടെ സഹോദരൻ, ചെറിയ ആൺകുട്ടി, അവൻ വീണ്ടും വാക്ക്മാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. വാക്ക്മാൻ ചലാലിയാത്ത വാക്ക്മാൻ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. പർ ഈസ് ബാർ തോട കം ലൗഡ് മേ കം ആവാസ് മേ. പക്ഷേ വളരെ കുറച്ച് സൗണ്ടിലാണ് അവൻ ഇപ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്നത്. ഡോക്ടർ ഉൻകി പത്നി ബഡി തല്ലീനതാ സെ റമ്മി ഖേൽ രഹേ തെ. ഇനി ഡോക്ടറും ഡോക്ടറുടെ ഭാര്യയായ അധ്യാപികയും കൂടി രണ്ടുപേരും ബഡി തല്ലീനദാസെ, വളരെയധികം താല്പര്യത്തോടു കൂടിയിട്ട്, ബഡി തല്ലീനദാസെ വളരെയധികം താല്പര്യത്തോടു കൂടി റമ്മി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കളിയാണ് റമ്മി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. മുझे अपना अचानक बहुत अकेला लगा. ഇപ്പം എനിക്ക് ആ സമയത്ത് സ്വയം അവിടെ ബഹുത്ത് അക്കേല ലഗ, ഒറ്റപ്പെട്ടതായിട്ട് തോന്നുകയാണ്. അപ്പം ബാക്കി ഓരോരുത്തരും, അതായത് ആ വലിയ യുവാവും ആ പെൺകുട്ടി അവിടെ കിടന്നുറങ്ങുന്നുണ്ട്. നമ്മുടെ അധ്യാപികയും ഭർത്താവും, ഡോക്ടറായ ഭർത്താവും കൂടി റമ്മി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ചെറിയ ആൺകുട്ടിയാണെങ്കിൽ വാക്ക്മാൻ വെച്ചിട്ട് പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ലേഖിയും മാത്രം അവിടെ ആരോട് സംസാരിക്കാൻ, അതവിടെ ഒറ്റയ്ക്കായപ്പോൾ പോലെ അവിടെ ലേഖിക്ക് തോന്നുകയാണ്. मुझे अपना अचानक बहुत अकेला लगा. पैर लड़के सूझ आए थे, बल्कि सुन्न पड़ने लगे थे. मैंने उन्हें ऊपर कर लिया.
പയർ കാല് ലഡ്ക്കെ 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 എന്ന് പറഞ്ഞാൽ കാല് തൂക്കിയിട്ടിട്ട്, അതായത് ട്രെയിനിൻ്റെ സീറ്റിൽ കാല് നീട്ടി വയ്ക്കാതെ കാല് താഴത്തേക്ക് തൂക്കിയിട്ടിട്ടാണ് ഇരുന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ലഡ്ക്കെ ലഡ്ക്കെ ആ തൂക്കിയിട്ടുകൊണ്ട് സൂച് ആയത്തെ, സൂച് എന്ന് പറഞ്ഞാൽ നീര്, കാലുമാകെ നീര് വന്നിട്ടുണ്ടായിരുന്നു. ബൽക്കി സുന്ന് പഠനയിലേക്കത്തെ, അതുമാത്രമല്ല സുന്ന് പഠനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുത്തുന്ന വേദന, കാല് താഴേക്ക് തൂക്കിയിട്ടുണ്ടാവുന്നതാണ്, പ്രായമായവർക്കുണ്ടാവുന്നതാണ്. കാലുമ്പോൾ നീര് വരും, എന്നിട്ട് അതിങ്ങനെ കുത്തുന്നതായിട്ട് തോന്നണം. സുന്ന് പഠനയിലേക്കത്തെ, അതായത് കുത്തുന്ന വേദന കാലിന്. മേനെ ഉനെ ഊപ്പർ കറിയ, അപ്പം ഞാൻ എൻ്റെ കാലുകൾ മുകളിലേക്ക് കയറ്റി വെച്ചു. അപ്പം കാല് താഴേക്ക് ഇടുമ്പോഴാണ് നീര് വരുന്നത്, ആ വേദന വിങ്ങൽ കുത്തൽ എന്നൊക്കെ പറയും, അങ്ങനെ വരുന്നത്. അതുകൊണ്ട് കാല് മുകളിലേക്ക് കയറ്റി വെച്ചു. ट्रेन तेज रफ्तार से उष्ण कटिबंधीय जंगलों से गुजर रही थी. अप्रैल का महीना था और मौसम गर्म होने लगा था. ये ट्रेन तेज रफ्तार से, रफ्तार ना स्पीड, ट्रेन നല്ല സ്പീഡിൽ ഉഷ്ണ കടിബന്ധി ജംഗലം സെ, വളരെ ഉഷ്ണ കാലഘട്ടമാണ്, അതായത് ഏപ്രിൽ മാസമാണ്. കടിബന്ധി വളരെ തിക്കായിട്ടുള്ള ജംഗലോം സെ, കാട്ടിൽ കൂടിയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ട്രെയിൻ നല്ല സ്പീഡിൽ, തേസ് രഫ്താർ സെ, നല്ല സ്പീഡിൽ വളരെ തിക്കായിട്ടുള്ള ഒരു ഫോറസ്റ്റ് കൂടെയാണ് ഇങ്ങനെ, കാട്ടിൽ കൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏപ്രിൽ കാ മഹീനാത്ത, ഏപ്രിൽ മാസമായിരുന്നു. ഏപ്രിൽ മാസത്തിന് പ്രത്യേകത അറിയാം, നല്ല ചൂടായിരിക്കും. മാർച്ച് ഏപ്രിൽ മാസമൊക്കെ നല്ല ചൂടായിരിക്കും. അപ്പോൾ ഏപ്രിൽ കാ മഹീനാത്ത और मौसम गर्म होने लगा था. കാലാവസ്ഥ, മൗസം എന്ന് പറഞ്ഞാൽ ക്ലൈമറ്റ്, ഗർം होने लगा था, നല്ല ചൂട് പിടിച്ച കാലാവസ്ഥയായിട്ടുണ്ടായിരുന്നു. सुबह के 10 बजे ही दोपहर का सा अफसोस हो रहा था. अहसास होना എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ചെയ്യുക, അഹസാസ് ഫീൽ ചെയ്യുക. അപ്പോൾ സുബ 10 ബജേ ഹി, അതായത് രാവിലെ 10 മണിയാകുമ്പോഴേക്ക് തന്നെ ദോപഹർ കാസ അഹസാസ് ഹോ രഹാ താ, അതായത് ഉച്ചയായതുപോലെ തോന്നുമായിരുന്നു. അത്രയും ചൂടാണെന്ന് പറയുന്നത്. രാവിലെ 10 മണിയാകുമ്പോഴേക്കും ഉച്ചയായതുപോലെയാണ് തോന്നിയിരുന്നത്. ദോപഹർ കി തര അഹസാസ് ഹോ രഹാ താ, തോന്നുമായിരുന്നു. ഭൂക്ക് ബി ലഘേത്തി, നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. പർ മേരെ പാസ് ക്യാ ധരാത്ത, പക്ഷെ ഞാൻ എന്താണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത്. ധര എന്ന് പറഞ്ഞാൽ ഹോൾഡ് ചെയ്യുക, പിടിക്കുക. അപ്പോൾ വീട്ടിൽ നിന്ന് പോരുമ്പോൾ കഴിക്കാനായിട്ട് ഞാൻ എന്താണ് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. മേരെ പാസ് ക്യാ ധരാത്ത, ഞാൻ എന്താണ് പിടിച്ചിട്ടുണ്ടായിരുന്നത്. തീൻ സേബ് ഏക്ക് സാൻഡ്വിച്ച്, എൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് തീൻ സേബാണ്. സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിൾ. 3 ആപ്പിളും എഗ് സാൻഡ്വിച്ചും, ഒരു സാൻഡ്വിച്ചുമാണ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലേഖയെ പറയുന്നത് നല്ല വിശപ്പ് തുടങ്ങി, പക്ഷേ അവരുടെ കയ്യിൽ കഴിക്കാനായിട്ടുണ്ടായിരുന്നത് 3 ആപ്പിളും ഒരു സാൻഡ്വിച്ച് മാത്രമാണ്. ഏക്ക് ഭൂല ബട്ക ചായ്വാല ഉദർ സേ ഗുജറാ തോ മേനെ ഉസേ രോക്ക് ലിയ. അങ്ങനെ ഏക്ക് ഭൂല ബട്ക ചായ്വാല, അതായത് ഇങ്ങനെ ട്രെയിനിലൊക്കെ നടന്ന് ചായ വെക്കുന്ന ആളാണ് ഭൂല ബട്ക. ഭൂല ബട്ക എന്ന് പറഞ്ഞാൽ ചുറ്റി നടന്നിട്ട് ട്രെയിനിലൊക്കെ കയറി കഴിഞ്ഞാൽ കാണാം ചായ എന്ന് പറഞ്ഞിട്ട് ആളുകൾ വരുന്ന കാണാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചായക്കാരൻ ഉദർസേ ഗുജറാത്തോ, അപ്പോൾ അതിൽ കൂടെ കടന്നു വന്നപ്പോൾ മേനെ ഉസേ രോക്ലിയ, ഞാൻ അയാളെ തടഞ്ഞു നിർത്തി. അപ്പോൾ ചായ കുടിക്കണമെന്ന് നമ്മുടെ ലേഖയ്ക്ക് തോന്നുകയാണ്. കയ്യിലാണെങ്കിൽ സാൻഡ്വിച്ച് 3 ആപ്പിളും മാത്രമേ ഉള്ളൂ. അങ്ങനെ അയാളെ പിടിച്ചവിടെ നിർത്തുകയാണ്. മേരെ പാസ് ഖുലേ പൈസ നഹീന്തേ, അപ്പോൾ എൻ്റെ കയ്യിൽ ഖുലേ പൈസ എന്ന് പറഞ്ഞാൽ ചില്ലറ പൈസ. മേരെ പാസ് ഖുലേ പൈസ നഹീന്തേ, എൻ്റെ കയ്യിൽ ചില്ലറ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ചുട്കേ സേ പൂച്ചാത്തോ ഉസ്കാ ജവാബ് ഥാ 1 മിനിറ്റ്. അപ്പോൾ ചെറിയ കുട്ടിയുടെ വാക്മൻ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവനോട് ചോദിച്ചപ്പോൾ ഉസ്കാ ജവാബ് താ, അവൻ്റെ മറുപടി എങ്ങനെയായിരുന്നു 1 മിനിറ്റ്, 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ജേബ് സേ ഉസ്നെ 3 രൂപയെ നിക്കാൽ കർ ചുക്കാത്തിയെ. അപ്പോൾ ചായയുടെ പൈസ 3 രൂപയാണ്. ആ 3 രൂപ ചില്ലറ എടുക്കാനില്ലാത്തതുകൊണ്ടാണ് ഈ ചേഞ്ച് ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ ആൺകുട്ടിയോട് ചേഞ്ച് ഉണ്ടോ ചോദിച്ചപ്പോൾ അവൻ പോക്കറ്റിൽ നിന്ന്, ജേബ് സേ പോക്കറ്റിൽ നിന്ന് ഉസ്നെ 3 രൂപയെ നിക്കാൽ കർ ചുക്കാത്തിയ, അവൻ 3 രൂപ എടുത്തിട്ട് ചായക്കാരന് കൊടുത്തു. മേനെ കഹാ ബി കി ഐ നീഡ് ചേഞ്ച് ഓൺലി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് എന്താണ് ആവശ്യമുള്ളത്. ഐ നീഡ് ചേഞ്ച് ഓൺലി, എനിക്ക് ചേഞ്ചാണ് ആവശ്യമുള്ളതെന്ന് പറയണത്. അപ്പം നോട്ടുണ്ട്, ചില്ലറ ഇല്ലാത്ത പ്രശ്നമാണ്. അപ്പോൾ ചേഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് പറയണത്. കമോൺ മാം കാക്കർവ കിക്കി ഹസ്നയിലേക്ക. അപ്പോൾ അത് വാങ്ങിച്ചോളാൻ പറഞ്ഞ കമോൺ മാം എന്ന് പറഞ്ഞിട്ട് അവൻ കിക്കി എന്ന് പറഞ്ഞിട്ട് ചിരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളിലേക്ക് സാൻഡ്വിച്ച്. अब बोलो नो थैंक्स. कहकर उसने जेब से भुने हल्के हल्के भूरे छिलकों वाले नमकीन काजू निकाले और मेरी प्लेट में रख दिए. അപ്പോൾ സാൻഡ്വിച്ച് വേണം, ഇവരുടെ കയ്യിലുള്ളത് സാൻഡ്വിച്ചാണ്. ചായക്ക് 3 രൂപ കൊടുത്ത്
ചായയുടെ പൈസ അവൻ കൊടുത്തു. അപ്പോൾ പറയണ ചേഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളതെന്ന് പറയണേ. അപ്പോൾ വേണ്ട, അത് പൈസ എടുത്തോളം പറയണം. അങ്ങനെ അവൻ ചിരിക്കാൻ തുടങ്ങിയ സമയത്ത് സാൻഡ്വിച്ച് കഴിക്കണം ചോദിക്കുമ്പോൾ നോ താങ്ക്സ് എന്ന് പറയുന്നു, വേണ്ടെന്ന് പറയണേ. അവൻ അത് പറഞ്ഞിട്ട് അപ്പനെ ജേബ്സേ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഭുനെ ഹൽക്കെ ഹൽക്കെ ഭൂരെ ചിൽക്കോം വാലെ നംകിൻ കാജു, കാജു എന്ന് പറഞ്ഞാൽ കാഷ്യൂനട്ടാണ്, കശുവണ്ടി. ഭുനെ എന്ന് പറഞ്ഞാൽ വറുത്ത, ഹൽക്കെ ഹൽക്കെ ഭൂരെ ചിൽക്കോം വാലെ, ഭൂരെ ചിൽക്ക എന്ന് പറഞ്ഞാൽ ബ്രൗൺ നിറത്തുള്ള തൊണ്ടോട് കൂടിയാണ്. അതായത് നമ്മൾ പാറിലെന്ന് പറയും, കശുവണ്ടി വറുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ചുവന്ന പാറൽ പോലെയുള്ള സാധനം വറുക്കുമ്പോൾ നമുക്ക് വറുത്തവർക്കാണെങ്കിൽ അത് അറിയാൻ പറ്റും. അത് നമ്മൾ വറുത്ത തൊണ്ട് മാറ്റുമ്പോൾ അതിന്മേൽ ഒരു ചെറിയൊരു ബ്രൗൺ കളറിലുള്ളൊരു തോടുണ്ടായിരിക്കും. ഭുനെ ഹൽക്കി ഹൽക്കി പൂരെ ചിൽക്കോം വാലെ, അപ്പോൾ അങ്ങനെ ബ്രൗൺ നിറത്തിലുള്ള തോടോട് കൂടിയ നംകിൻ കാജു, അതായത് ഉപ്പ് രസമുള്ള, നമുക്കെന്ന് പറഞ്ഞാൽ ഉപ്പാണ്, നംകിൻ കാജു ഉപ്പ് രസമുള്ള കാഷ്യൂനട്ട് നിക്കാലെ പോക്കറ്റിൽ നിന്ന് പുറത്തെടുക്കാണ്. അപ്പോൾ ജേബ്സയ്ക്ക് നിക്കാലെ പോക്കറ്റിൽ നിന്ന് എന്താണെടുത്തത് ഭുനെ ഹൽക്കെ ഹൽക്കെ പൂരെ ചിൽക്കോം വാലെ നംകിൻ കാജു അവർ മേരി പ്ലേറ്റ് മേരെത്തി, എന്നിട്ട് എൻ്റെ പ്ലേറ്റിൽ വെച്ചു തന്നു. അപ്പോൾ അവൻ്റെ കയ്യിൽ സാൻഡ്വിച്ച് വേണ്ടെന്ന് പറയുമ്പോൾ അവൻ്റെ പോക്കറ്റിൽ നിന്ന് തന്നെ ഈ വറുത്ത കാഷ്യൂനട്ട് ഉപ്പ് രസമുള്ള ഉപ്പൊക്കെ തേച്ച് വറുത്തിട്ടുള്ള ആ കാഷ്യൂനട്ട് പുറത്തെടുത്ത് അവരുടെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുകയാണ്. मैंने आश्चर्य में भरकर कृतज्ञता से कहा कि ऐसे काजू मैंने पहली बार देखे हैं बिना छिले भुने हुए. അപ്പോൾ അവർ വളരെ ആശ്ചര്യത്തോടുകൂടി വളരെ നന്ദിയോടുകൂടി പറയാണ്, മേനെ ആശ്ചര്യമേ ബർക്ക, അതായത് വളരെ അത്ഭുതത്തോടു കൂടിയിട്ട് അവർ കൃതജ്ഞതാസെ കഹ നന്ദിയോടുകൂടി പറയണേ, ഐസേ കാജു മേനെ പഹലി ബാർ ദേക്ക, ഇങ്ങനെയുള്ള കാഷ്യൂനട്ട് ഞാൻ ആദ്യത്തെ പ്രാവശ്യം കാണുന്നത്. എങ്ങനെയുള്ളത്? ബിന ചിലെ ഭുനെ ഹുയെ, അതായത് ചിലെ ഭുനെ ഹുയെ, അതായത് തൊണ്ടുള്ള വറുത്തത് ഇതിനു മുമ്പ് അവർ കണ്ടിട്ടുണ്ടായിരുന്നില്ല, ആദ്യമായിട്ടാണ് അവരിത് കാണുന്നതെന്ന് പറയണത്. ഉസ്നെ ബതായാ കി ഉൻകെ ഘർ കെ അഹാത്തെ മേ 4 കാജു കെ പേഡ് ഹേ, യേ കാജു ഉനി പേഡോ കെ ഹേ. അപ്പോൾ ആ ചോട്ടാലെടുക്ക അവൻ പറയാണ്, ഉൻകെ ഗിർക്കെ അഹാത്തേമേ, അഹാത്തേ എന്ന് പറഞ്ഞാൽ മുറ്റം അല്ലെങ്കിൽ വീടിൻ്റെ വളുപ്പ്, പറമ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ, അല്ലെങ്കിൽ വീടിൻ്റെ മുറ്റത്ത്. ഉൻകെ ഗിർക്കെ അഹാത്തേമേ, അതായത് വീടിൻ്റെ മുറ്റത്ത് അല്ലെങ്കിൽ വീടിൻ്റെ ചുറ്റും 4 കാജു കെ പേഡ് ഹേ, 4 കാഷ്യൂ നട്ട് ഉണ്ടാവുന്ന അല്ലെങ്കിൽ കശുമാവുണ്ട്. കാജു കെ പേഡ് എന്ന് പറഞ്ഞാൽ കശുമാവ്. അപ്പോൾ വീടിൻ്റെ മുറ്റത്തായിട്ട് എന്തുണ്ടെന്ന് പറയുന്നത് 4 കശുമാവുണ്ട്. ഈ കാജു ഉനിയും പേടോ കെ ഹേ, കാജു കെ പേട്. അപ്പോൾ ഈ കാഷ്യൂനട്ട് എന്ന് പറയുന്നത് ആ മരങ്ങളിൽ നിന്ന് കിട്ടുന്നതാണെന്ന് പറയുന്നത്. ആത്തേ സമയം മാമിനെ ജബർദസ്തി ഉൻകെ സാത്ത് ബാന്തിയത്തെ. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അമ്മ വളരെ നിർബന്ധപൂർവ്വം എന്ത് ചെയ്തു, ഉൻകെ സാത്ത് ബാന്തിയത്തെ, അവൻ്റെ കൂടെ കൊടുത്തയച്ചതായിരുന്നു. മേരി കൽപ്പനാമേ ഏക് സാംവലി चींड की फ्रॉक पहने दुबली मगर हल्के से निकले पेट वाली ममतामयी क्रिश्चियन महिला की छवि तैर गई मेरी कल्पना में. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആ छोटे लड़के अपनी माम के बारे में बताया उस समय, അമ്മയെക്കുറിച്ച് പറയുകയാണ് ആ സമയത്ത്. മേരി കൽപ്പനാമേ, എൻ്റെ സങ്കല്പത്തിൽ എന്താണ് പറയുന്നത്, ഏക് സാംവലി ചീണ്ടക്ക് ഫ്രോക്ക് പഹനെ, ഒരു ഇരുണ്ട ചിത്രത്തൈലോടുകൂടിയ ഫ്രോക്ക് ധരിച്ച, ദുബലി മഗർ ഹൽക്കേസേ നിക്കലെ പേട്ട്വാലി, വളരെ മെലിഞ്ഞ എന്നാൽ ചെറിയ ഒരു വയറോടുകൂടിയ, അതായത് മെലിഞ്ഞ ശരീരത്തോടു കൂടിയ, മമതാമയി വളരെ സ്നേഹമുള്ള ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ ചവി രൂപം കടന്നു വരികയാണ്. അപ്പോൾ അമ്മയെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ലേഖയുടെ സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഭാവനയിൽ ഒരു ചിത്രത്തുന്നലോട് കൂടിയ ഫ്രോക്കൊക്കെ ധരിച്ച വളരെ മെലിഞ്ഞ ഒരു ക്രിസ്ത്യൻ സ്ത്രീയുടെ രൂപം അവരുടെ മനസ്സിലേക്ക് കടന്നു വരികയാണ്. मैं कुछ और भी पूछना चाहती थी. एक आम भारतीय उत्सुकता के तहत उनकी निजता के पारदर्शी तरल को छू कर देखना चाहती थी. मैं कुछ और भी पूछना चाहती, ഞാൻ വേറെ എന്തൊക്കെയോ ചോദിക്കാനായിട്ട് ആഗ്രഹിച്ചിരുന്നു.
ആരുടെ അടുത്താ? ഉസ് ചോട്ടെ ലഡ്കേസെ, ആ ചെറിയ ആൺകുട്ടിയുടെ അടുത്ത്. വേറെ എന്തൊക്കെയോ, ബാക്കി എല്ലാവരും കിടന്നുറങ്ങുകയാണ്. ഡോക്ടറും ഭാര്യയാണെങ്കിൽ കളിക്കുകയാണ്, മറ്റേ കുട്ടികൾ ഉറങ്ങുകയാണ്. അപ്പം അങ്ങനെ ഓരോരുത്തർ ഇപ്പോൾ ഇവനായിട്ടാണ് സംസാരിച്ചുകൊണ്ട്. അപ്പോൾ അവൻ്റെ അടുത്ത് കൂടുതലായിട്ട് എന്തൊക്കെയോ ചോദിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. കാം ഭാരതീയ ഉത്സുകതാക്കെ തഹത്ത്, അതായത് സാധാരണ ഒരു ഭാരതീയൻ്റെ ഒരു ആകാംക്ഷയോടെ കൂടെ തന്നെ ഉനക്ക് നിജതാക്കെ പാരദർശി തരൽക്ക, അവൻ്റെ ആ വാസ്തവികത എന്താണെന്ന് വെച്ചാൽ അതിനെ ഒന്ന് മുൻകൂട്ടി അതിൻ്റെ ആർദ്രതയെ ഒന്ന് തൊട്ടു നോക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. തരൾ എന്ന് പറഞ്ഞാൽ ആർദ്രത, തരൾ കോ ചൂക്കർ, ചൂന എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കുക, ടച്ച് ചെയ്യുക. അപ്പോൾ മുൻകൂട്ടി അവനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നമ്മുടെ ലേഖിക ആഗ്രഹിക്കണം, എന്തൊക്കെയോ ചോദിക്കണം എന്നുള്ള ആഗ്രഹം മനസ്സിലുണ്ട്. മസലൻ വഹ് ലഡ്കി തുമാരി ബഹൻ ഹേക്ക, അപ്പോൾ ചോദിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ, മസലൻ എന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട്, വഹ് ലഡ്കി തുമാരി ബഹൻ ഹേക്ക, ആ പെൺകുട്ടി നിൻ്റെ സഹോദരിയാണോ? ചോദിക്കാൻ പോകുന്ന കാര്യങ്ങൾ മനസ്സിൽ സങ്കല്പത്തിൽ കുറച്ച് കാര്യങ്ങൾ കുറേയൊക്കെ ചോദിക്കണം എന്ന് ലേഖി ആഗ്രഹിക്കുന്ന ആ ചോദ്യങ്ങളാണ്, മനസ്സിൽ നിന്ന് വരുന്ന ആ ചോദ്യങ്ങളാണിത്. ഉദാഹരണമായിട്ട് വഹ് ലഡ്കി തുമാരി ബഹൻ ഹേക്ക, ആ പെൺകുട്ടി നിൻ്റെ സഹോദരിയാണോ? തുമാരി മാമിനെ ഏക്ക് പരായെ ലഡ്കേക്കോ തുമാരെ സാത്ത് ക്യോം കർ ഭേജാ ഹോഗ, നിങ്ങളുടെ അമ്മ ഏക്ക് പരായ ഏക്ക് അന്യ ലഡ്കേക്കോ, ഒരു പരിചയമില്ലാത്ത ഒരു ആൺകുട്ടി അല്ലെങ്കിൽ വേറൊരാളുടെ കൂടെ തുമാരെ സാത്ത് ക്യോം കർ ഭേജാ ഹോഗ, ഒരാൺകുട്ടിയെ നിങ്ങളുടെ കൂടെ എന്തിനാ അയച്ചത്? ഒരു പ്രായമായിട്ടുള്ളൊരു പെൺകുട്ടി, ഒരു ചെറിയ ആൺകുട്ടി, അവരുടെ കൂടെ വേറൊരുത്തനെ കൂടെ അയച്ചത് എന്തിന്? കഹാം ജാ രഹേ ഹോ, എവിടേക്കാണ് നിങ്ങൾ പോകുന്നത്? കബ് ലൗട്ട് കർ ഘർ ജാओगे, ഇനി എന്നാണ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക? അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട് നമ്മുടെ ലേഖയുടെ മനസ്സിൽ വരുന്നുണ്ട്. പിന്നെന്താണ്? അവർ ജര ബത്താവോ തോ ക്യാ ക്യാ ഉഗാ രഹാ ഹേ തുമാരി മാമിനെ തുമാരെ ഹാത്താമേ, ഇതും കൂടി അവർ ജര ബത്താവോ, ഇതും കൂടി പറയണം. എന്താണ് പറയേണ്ടത്? ക്യാ ക്യാ ഉഗാ രഹാ ഹേ, എന്തൊക്കെയാണ് അവിടെ വീട്ടിൽ, വീടിൻ്റെ മുറ്റത്ത് എന്തൊക്കെയാണ് നട്ടു വളർത്തിണ്ടാക്കിയിരിക്കുന്നത്? തുമാരി മാമിനെ തുമാരെ ഹാത്തേമേ, അതായത് നിങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് നിങ്ങളുടെ അമ്മ ഇപ്പോൾ കാഷ്യൂനട്ടിൻ്റെ നമ്മൾ പറഞ്ഞു, കാജുക്കെ പേട് പറഞ്ഞു, അതുപോലെ വേറെ എന്തൊക്കെയാണ് അവിടെ നട്ട് വളർത്തുന്നത് ചോദിക്കുകയാണ്. ഇതൊക്കെയാണ് മനസ്സിൽ വരുന്നത്. തും ആംഗ്ലോ ഇന്ത്യൻ ഗോവൻ ക്രിസ്ത്യൻ ഹോ കി കൺവർട്ടി, ഇനി നിങ്ങൾ ആംഗ്ലോ ഇന്ത്യൻ ഗോവൻ ക്രിസ്ത്യൻ ആണോ അതോ കൺവേർട്ട് ചെയ്തിട്ടുള്ളവരാണോ? ची ये सब पूछ कर वह क्या, कहीं उसने कह दिया यू नोटी ओल्डी, व्हाट फकिंग कंसേൺ डू यू हैव विथ अस. അപ്പോൾ മനസ്സിൽ വരുന്ന കുറേ ചോദ്യങ്ങളാണ്, ചോദിക്കാൻ ആഗ്രഹിച്ചിരുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ചി യെ സബ് പൂച്ച് കർ വഹ് ക്യാ, പറയണേ ഇതൊക്കെ ചോദിച്ചിട്ട് ഇപ്പം എന്തിനാ? കഹി ഉസ്നെ കഹ് ദിയ, ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും അവൻ പറയണേ യു നോട്ടി ഓൾഡി, വാട്ട് ഫക്കിങ് കൺസേൺ ഡു യു ഹാവ് വിത്ത് അസ്. ഇതൊക്കെ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവനെങ്ങാനും ഇങ്ങനെ പറഞ്ഞാലോ, അതായത് നോട്ടി ഓൾഡി, അതായത് വൃത്തികെട്ട ഈ കിളവി. വാട്ട് ഫക്കിങ് കൺസേൺ, ബേഡ് വേർഡ്സാണ്. വാട്ട് ഫക്കിങ് കൺസേൺ ഡു യു ഹാവ് വിത്ത് അസ്, അപ്പോൾ ഞങ്ങളുമായിട്ട് നിങ്ങൾക്ക് എന്ത് ബന്ധമാണുള്ളത്, അല്ലെങ്കിൽ ഇങ്ങനെ ഓരോ ചോദ്യങ്ങൾ ചോദിക്കാനുള്ള റിലേഷൻ എന്താണ് എന്ന് അവൻ ചോദിച്ചാലോ എന്ന് മനസ്സിൽ തോന്നുകയാണ്. ഉസേക്യ ബാഡ് में जाए ये और उसकी बहन, അപ്പം ലേഖ ചിന്ത ഉസയ്ക്ക, അതിനിപ്പോൾ എന്താ? ബാഡ് में जाए वह और उसकी बहन, അതായത് അവരവരുടെ കാര്യം നോക്കിക്കോട്ടെ എന്ന് പറയാം, അവരവരുടെ പാട് നോക്കിക്കോട്ടെ, ഞാൻ ഇപ്പം എന്തിനാ അതൊക്കെ നോക്കാൻ പോണേ? और उसकी बहन, അവനവൻ്റെ സഹോദരി അവരവരുടെ പാട് നോക്കിക്കോട്ടെ, ഞാനത് ശ്രദ്ധിക്കുന്നില്ല എന്ന് തീരുമാനിക്കണം. കം വക്ത് ഉസേ കൈസേ സട്കർ ഉസ് ജവാൻ ജഹാൻ ലഡ്കെ കോ ചിപ്കി പടി ഹേ, ചിപക്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടി നിൽക്കുക, ഒട്ടിയിട്ട്. കമ്പക്ത്, അവിടെ കമ്പക്ത് എന്നുള്ളതിന് പല അർത്ഥമുണ്ട്. വൃത്തികെട്ടവൾ എന്നുള്ളത്, നീച്ച, ഭാഗ്യഹീന, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. കമ്പക്ത് കൈസേ സട്കർ, ഈ വൃത്തികെട്ടവൾ. കൈസേ സട്കർ, അതായത് ആ പെൺകുട്ടി ആ ആൺകുട്ടിയുമായിട്ട് വളരെ ചേർന്ന് കിടന്നുകൊണ്ട്. ഉസ് ജവാൻ ജഹാൻ ലഡ്കേസേ, ആ യുവാവായിട്ടുള്ള ആൺകുട്ടിയോട് ചിപ്കി പടിഹി, ഒട്ടിച്ചേർന്നാണ് അവിടെ കിടക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ നമ്മുടെ ലേഖയ്ക്ക് പറ്റുന്നില്ല. ചുട്കേനെ ഉത്സാഹസെ കഹാ കി കോയി സ്റ്റേഷൻ ആ രഹാ ഹേ, ഈ ചോട്ടെ ലഡ്കേനെ ബഹുത്ത് ഉത്സാഹസെ കഹാ, ഈ ചെറിയ ആൺകുട്ടി വളരെ ഉത്സാഹത്തോട് പറയണേ
कोई സ്റ്റേഷൻ ആ രഹാ ഹെ, ഏതോ സ്റ്റേഷനിലേക്ക് വണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്ക ദുഃഖ നസറാനി ലഗേത്തെ, നോക്കുമ്പോൾ വണ്ടികൾ, അതായത് ഒരു കുതിരേനൊക്കെ കിട്ടിയിട്ടുള്ള ഒറ്റ കുതിര വണ്ടികളൊക്കെ നസറാനി ലഗാത്തെ കാണാനായിട്ട് തുടങ്ങിയിരുന്നു. കുച്ച് കാർഖാനെ और ट्रेन की पटरी का एक और जोड़ा हमारी ट्रेन के साथ दौड़ने लगा था. कुछ कारखाने, कुछ फैक्ट्रिകൾ, ഫാക്ടറികൾ, और ट्रेन की पटरी का, ട്രെയിൻ പാളം, റെയിൽ, പട്ടരി എന്ന് പറഞ്ഞാൽ പാളം, റെയിൽ. അപ്പോൾ റെയിലിൻ്റെ ഒന്ന് രണ്ട് പാളങ്ങളും കൂടി ഹമാരി ട്രെയിൻ കെ സാത്ത് ദൗഡ്നെ ലഗാ. ട്രെയിനിൻ്റെ ഒപ്പം തന്നെ ഒന്ന് രണ്ട് പാളങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നു തോന്നുന്നു. അതായത് 2-3 റെയിലുകൾ അവിടെ ഉണ്ട്, റെയിൽ പാളങ്ങളുണ്ട്. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഒപ്പം അതും തന്നെ ഓടുന്നതായിട്ട് അവിടെ തോന്നുകയാണ്. മേനെ मन कहा अलवर, हाय जल्दी में मिठाई लेना भूल गई थी दिल्ली से. कम वक्त निशी ने भी तो अचानक फ़ोन किया था कि मम्मी मुझे सास ने कह दिया जा रहो आ मायके, तुम कल ही भैया को बेच दो. मैंने मन कहा अलवर, अलवर സ്റ്റേഷനാണ്. അപ്പോൾ ട്രെയിൻ എത്തിക്കൊണ്ടിരിക്കുന്ന സ്റ്റേഷനാണ് അൽവർ സ്റ്റേഷൻ. ഒരു യാത്ര തുടങ്ങിയത് ഡൽഹിയിൽ നിന്നാണ്. അപ്പോൾ ജൽദി മീ മിഠായി ലേന ഭൂൽ ഗയി ഥി ദില്ലി സെ. ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് കയറുമ്പോൾ പെട്ടെന്ന് തിരക്ക് പിടിച്ച് കയറുക കാരണം മിഠായി വാങ്ങിക്കാനായിട്ട്, കുട്ടികൾക്ക് മിഠായി വാങ്ങിക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. ജൽദി മേ മിഠായി ലേന ഭൂൽ ഗയി ഥി ദില്ലി സെ. കം വക്ത് നിശി നെ ഭി തോ അചാനക് ഫോൺ കിയാ താ മമ്മി മുझे സാസ് നെ കഹ് ദിയാ ഹെ ജാഹോ ആ മൈക്കെ. അപ്പോൾ പെട്ടെന്നാണ് ഇവിടെ കമ്പക്തിൻ്റെ അടുത്ത് ഭാഗ്യഹീനയായ, അപ്പോൾ ഭാഗ്യമില്ലാത്ത നമ്മുടെ നിശി അചാനക് ഫോൺ കിയാത്ത, പെട്ടെന്നാണ് ഒരു ദിവസം ഫോൺ ചെയ്ത് പറയണേ മമ്മി മുझे സാസ് നെ കഹ് ദിയാ ജാഹോ ആ മൈക്കെ. അപ്പോൾ അമ്മായിമ്മ പറഞ്ഞ സാസ് എന്ന് പറഞ്ഞാൽ അമ്മായിമ്മ മദറിൻലോ ആണ്. അമ്മായിമ്മ ഒരു ദിവസം പറഞ്ഞു പൊക്കോ, സ്വന്തം വീട്ടിലേക്ക് പൊക്കോ എന്ന് പറഞ്ഞു. മായ്ക്ക് ചാഹോ, അമ്മയുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ സ്വന്തം വീട്ടിലേക്ക് പൊക്കോളം പറഞ്ഞു. തും കൽ ഹി ഭയ്യാക്കോ ബേച്ച് ദോ, അതുകൊണ്ട് മമ്മിയോട് പറയാണ് നാളെ തന്നെ സഹോദരനെ അയക്കണം എന്ന് പറയണം. ബൈക്കോ ബേച്ച് ദോ. അപ്പോൾ വീട്ടിലേക്ക് വരാനായിട്ടുള്ള അനുവാദം അമ്മായിമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്നാണ് ഫോൺ വന്നത്, അമ്മായിമ്മ വീട്ടിൽ പൊക്കോളം പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് സഹോദരനെ നാളെ തന്നെ അയക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വന്നത്. ഭയ്യ കൈസെ ആയേഗ നിശി, ഉസ്കെ എക്സാം ഹേ. അപ്പോൾ ഇവർ പറയണ ഭയ്യ കൈസെ ആയേഗേ, എങ്ങനെയാ സഹോദരൻ വരിക? ഉസ്കെ എക്സാം ഹേ, അവൻ എക്സാമാണ്. അവൻ എവിടെയാണ് പഠിക്കുന്നത്? ഡൽഹിയിൽ IIT-യിലാണ് അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവന് എക്സാമാണ്, അതുകൊണ്ട് അവൻ എങ്ങനെ വരുമെന്ന് ചോദിക്കാണ്. തോ മാ ബേച്ചാരി രുവാംസി ഹോ ഗയി തീ, എങ്കിൽ അമ്മ എന്ന് പറഞ്ഞിട്ട് അവൾക്ക് ശരിക്കും കരച്ചിൽ, ബേച്ചാരി ഇപ്പം അവൻ രുവാസി ഹോ ഗയി തീ, അതായത് കരച്ചിലിൻ്റെ വക്കിലെത്തിയിരുന്നു. കാരണം വീട്ടിലേക്ക് പോരാനായിട്ട് അനുവാദം കിട്ടിയതാണ്, പക്ഷെ ഒറ്റയ്ക്ക് വരാനായിട്ട് അവൾക്ക് സാധിക്കില്ല. അതുകൊണ്ടാണ് സഹോദരനെ പറഞ്ഞയക്കാനായിട്ട് പറയുന്നത്. പക്ഷേ സഹോദരൻ എക്സാമാണ്, അപ്പോൾ എന്തു ചെയ്യും? അവൾ കരയുന്ന അവസ്ഥയിലെത്തി. तो गुद चली आना, जयपुर से तो कई सीधी रेल है दिल्ली की, करा ले റിസർവേഷൻ. അതുകൊണ്ട് അൽവർ സ്റ്റേഷനിൽ എത്തിയിട്ടുള്ളൂ. ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു, അൽവർ സ്റ്റേഷനിലെത്തി. ഇനി ജയ്പൂരിലേക്കാണ് ഇവർക്ക് പോകേണ്ടത്. നിശിയുടെ വീട് അവിടെയാണ്. തു ഗുദ് ചലി ആന. അപ്പോൾ അമ്മ പറയണേ തു ഗുദ്, നീ സ്വയം തന്നെത്താൻ വന്നോളാൻ പറയാം. എനിക്ക് തന്നെ വന്നുകൂടെ ചോദിക്കുകയാണ്. ജയ്പൂർ സേ തോ കോയി സീതി റെയിൽ ഹെ ദില്ലിക്ക്, അത് ഡൽഹിയിലേക്ക് ജയ്പൂരിൽ നിന്ന് നേരിട്ടുള്ള ട്രെയിൻ സർവീസ് ഉണ്ട്. കരാലേ റിസർവേഷൻ നടത്തി ചെയ്തോളാൻ പറയാണ്. അപ്പോൾ നീ തന്നെ പോരെ, ഡൽഹിയിൽ നിന്ന് ഡൽഹിയിലേക്ക് നേരിട്ട് ട്രെയിനുണ്ട്, നീ റിസർവേഷൻ കരാലേ, അത് റിസർവേഷൻ ചെയ്യാൻ പറയണം. അവിടെ പറയുന്നുണ്ട് മമ്മി ഇവിടെ लेगी अपनी बेटी को अपने घर में लाने के लिए यहाँ जा रहे हैं. अब गाड़ी अलवर स्टेशन आ रहा है. और उस समय निशि की बात याद करती है. एक दिन अचानक लेगिका को फ़ोन मिला था, फ़ोन किया था, निशि ने फ़ोन किया था. सास ने कह दिया है मैं क्या जाओ, इसलिए तुम कल ही बाइक को
ബായിക്കോ യാ ബയ്യാക്കോ ബേച്ച് ദോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ വന്ന് കൂട്ടിക്കൊണ്ടുവരണമെന്ന് പറഞ്ഞുള്ള ഫോൺ വരികയാണ്. കൂട്ടിക്കൊണ്ടുവരാൻ ചെന്നില്ലെങ്കിൽ വരാനായിട്ട് പറ്റില്ല, സഹോദരനാണ്, എക്സാമാണ്. അതുകൊണ്ട് തന്നെ ലേഖിക പറയുന്നുണ്ട്, നേരിട്ട് ട്രെയിനുണ്ട്, നീ റിസർവേഷൻ നടത്തിയിട്ട് നീ പോരെ എന്ന് പറയുമ്പോൾ അവിടെ പോരാനായിട്ട് പറ്റാത്ത, അതായത് ഒറ്റയ്ക്ക് വരാനുള്ള ബുദ്ധിമുട്ട്, 2 കുട്ടികളെയും കൊണ്ട് ഒറ്റയ്ക്ക് വരാനുള്ള ബുദ്ധിമുട്ടാണ് അവിടെ നമ്മുടെ നിഷി ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ചുട്ക്കിയായിട്ട്, അതായത് ചോട്ടയിലെടുക്കേ ബീച്ച് ബാത്തേം കർ രഹേ ഹേ, എല്ലാവരും ഉറങ്ങിയ സമയത്ത് ഇവിടെ ആ ചെറിയ ആൺകുട്ടിയുമായിട്ടുള്ള സംസാരമാണ് അവിടെ പറയുന്നത്. അവിടെ ആദ്യം നമ്മൾ ചില്ലറയില്ലാത്ത കാരണം ചായ കുടിക്കാനായിട്ട് അവിടെ ചില്ലറ പൈസ കൊടുത്തവൻ സഹായിക്കുന്നു. അതിനോടൊപ്പം തന്നെ കാജു, നംകീൻ കാജു അതും കൊടുക്കുന്നുണ്ട്. അപ്പോഴാണ് ലേഖയ്ക്ക് വളരെ ആശ്ചര്യം തോന്നുകയാണ്. ഇങ്ങനെ ഇത് ഈ കാഷ്യൂനട്ട്, അതായത് കശുവണ്ടി പരിപ്പ് കണ്ടിട്ടുണ്ട്, പക്ഷേ ഈ തോടോടുകൂടിയ ബ്രൗൺ നിറത്തിലുള്ള തോടോടുകൂടിയുള്ള കണ്ടിട്ടില്ല. അപ്പോൾ അവിടെ ഈ ചുട്ക പറയുന്നുണ്ട്, ഇത് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്തുണ്ടായതാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ നിർബന്ധപൂർവ്വം എനിക്ക് വെച്ച് തന്നതാന്ന് പറയുന്നുണ്ട്. ഈ സമയത്ത് ലഗിയൊക്കെ മന്മയും കൈ തരക്കി ഭാവന ആ രഹി ഹെ, കുച്ച് പൂച്ചനെ കേലിയെ ഇച്ഛ ഹോത്തി ഹെ, അതായത് അവിടെ എന്തൊക്കെയോ ചോദിക്കണം എന്നുള്ള ആഗ്രഹം വരുന്നുണ്ട്, പക്ഷെ അതൊന്നും ചോദിക്കുന്നില്ല. സമയത്താണ് ഇവരെക്കുറിച്ചുള്ള, ഈ മകളെക്കുറിച്ചുള്ള ഓർമ്മകൾ അവിടെ ഉണ്ടായ. ഇപ്പോൾ ഈ യാത്ര പോകാനുള്ള കാരണം അവിടെ ആ സമയത്താണ് അവിടെ പറയുന്നത്. ഓക്കെ, താങ്ക് യു.